പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ നാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അത് സന്തോഷത്തോടെ സഹിക്കണം. വായിച്ചുകൊണ്ട് സമ്പത്തുകളെ അവതാരം സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ സഹിക്കുന്നവരെ ആദരിക്കുന്നൊരു സുദിനമുണ്ട്. അവതാരമുണ്ടെന്ന് ചിന്തയുണ്ട്, അത് കൃത്യതയുണ്ട്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അവതാരവും സന്തോഷത്തോടെ സഹിക്കണം. ദൈവത്തിൽ അതുകൊണ്ട് മഹാവൃത്തി ബന്ധപ്പെട്ടത് ധൈര്യം തന്നെ നമ്മുടെ ക്ഷീണിക്കരുത്. കാത്തറിയിൽ പോരാടി ആത്മാവിൽ നിലകൊള്ളണം. വഴിതലയ്ക്കാനായി വരാൻ ഞാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോഴും ചോദിച്ചു പോയത് അങ്ങനെ പോയതല്ലോ. അങ്ങോട്ട് പോകുന്ന വഴിക്കാൻ കണ്ടല്ലേ എനിക്ക് ഇറക്കം വന്നു. എനിക്കറിയില്ല, അതവിടെ നിന്ന് പുറം കാര്യം ചെറിയ ഇറക്കമാണ്. ഞാൻ പോയിട്ടില്ല. ഇതിൽ അപാകത ഉണ്ടെ ക്ഷണിക്കണം. എത്ര മൈലാണ്? 7 മൈലാണോ 7 കിലോമീറ്റർ ആണോ? ശരി, മുഴുവായി 7 എനിക്കും അങ്ങനാ തോന്നുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. അത്ര കണ്ട് ദൂരമല്ല, എന്നാൽ അടുത്ത. അപ്പൊ ഏതായാലും യേശുക്രിസ്തു യെരുശലേമിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും ഈ ബഥാനിയിലെ ഈ വീട്ടിൽ ആ സഹോദരിമാർ 2 പേരുണ്ട്. മാർത്തയും മറിയയും. 2 സഹോദരിമാരാ. ഇവരുടെ സഹോദരൻ ലാസർ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ മഴയും പിടിച്ച ആള് ലാസറിന്റെയും മറിയുടെയും കഥ പറയാമെന്നാണ് തോന്നുന്നു. അല്ല, അതിനകത്ത് കാര്യമുണ്ട്. കഥയാണെങ്കിലും കാര്യമുണ്ട്. കർത്താവ് ഈ വീട്ടിൽ പലപ്പോഴും വരും. യേശുവിനെ ഇവര് ശുശ്രൂഷിക്കും. ഈ സഹോദരിമാര് നന്നായിട്ട് കർത്താവിനെ ബഹുമാനിച്ച് ശുശ്രൂഷിക്കും. മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുക. അവസരം കിട്ടുമ്പോഴെല്ലാം അവിടുത്തെ തൃപ്പാടത്തില്ല. മാർത്ത ശുശ്രൂഷ എന്ന് പറയുന്നത്, മാർത്ത സ്റ്റേജിൽ കയറി ഇന്ന് രാത്രി തന്നെ വെടിവെക്കുമെന്നൊന്നും അല്ല പറയുന്നത്. അടുക്കളയിൽ പെരുമാറുക. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചെന്നല്ല. യേശു ഒരിക്കൽ ചെയ്ത് മാർത്ത കയറി അടിച്ചു മിന്നിയെന്നല്ല. അങ്ങനെയുള്ള മാർത്തമാരും ഉണ്ട്. യേശു അവിടെ ഇരിക്കുകയാണ്. അത് ഞാൻ എപ്പോഴും പറയും, അടുക്കളയിലേ നിങ്ങൾ യോജിക്കത്തില്ല, എന്നാൽ പറയാതിരിക്കാനൊക്കത്തില്ല. നിനക്ക് ഉടമ്പടി വാചകം പറഞ്ഞ് കൈ പിടിച്ച ഒരു പുരുഷനുണ്ടല്ലോ, ഇല്ലേ? അതോ ചൂള പഠിച്ച് ഓട്ടോയിൽ അവനുമായിട്ട് പോകുമായിരുന്നു ഉടമ്പടി ഒന്നും പറയാതെ. അല്ല, അങ്ങനെ പോയവരിപ്പം ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നവര്. പിന്നെ സിസ്റ്റർ പാടുന്നു, ബ്രദർ ശുശ്രൂഷിക്കുന്ന 2 പേരും കൂടെ അത് പോട്ടെ, മാനസാന്തരപ്പെട്ടായിരിക്കും. അപ്പൊ എന്തായാലും ആ ഉടമ്പടി വാചകം ചൊല്ലിത്തന്നല്ലയോ കരം പിടിച്ചത്. ആ ഭർത്താവിനെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം തലമുറയെ തന്നു. അതൊരു വലിയ മഹാഭാഗ്യമാണ്. അങ്ങനെ അതിലെ വാക്യം, മക്കൾ അഥവാ തരുന്ന അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയായി യൗവനത്തിലെ മക്കൾ. അപ്പൊ കുഞ്ഞുങ്ങളൊരു അവകാശമാണ്, അനുഗ്രഹമാണ്. പിന്നെ പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിൽ കാണും മിക്ക വീടുകളിലും. ഇപ്പൊ എല്ലാവരും അവിടെ കുമ്പനാട് അടുത്തുണ്ട് ആശ്വാസഭവനി. അപ്പനെ കാണുന്ന ആശ്വാസഭവനി ചെല്ലണം. ഞങ്ങളുടെ അച്ചാനോടുണ്ട്. അച്ചാൻ്റെ 3-ാം നിലയുടെ ജനലിൽ കൂടെ നോക്കുന്നു. ആട്ടെ, ഇല്ല, അച്ചാനെ കാണുന്ന കലയപുരത്ത് ചെല്ലണം, ജോസിന്റെ അവിടെ. മാതാപിതാക്കളും വീട്ടിൽ കാണാം. അപ്പൊ ഞാന് ബഹുമാന്യ സഹോദരിമാരോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. മോതയൊക്കെ കണ്ടിട്ട് യോജിക്കുകയല്ലെന്നാ തോന്നുന്നത്. ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. നിങ്ങളെ എല്ലാവരും ബന്ധപ്പെട്ട് അധ്വാനിച്ച. അപ്പൊ അങ്ങനെയൊക്കെ പെറ്റു വളർത്തിയ അമ്മയും ജനിപ്പിച്ച ജനകനും, നിങ്ങൾക്ക് അവകാശമായി തന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭർത്താവ്, ചിലപ്പോൾ കഴിവ് കണ്ടെന്ന് വരാം, കഴിവ് കുറഞ്ഞത് വരാം, കളർ ചിലപ്പം ഇല്ലെന്ന് വരാം, കൂടിയെന്നും വരാം. ആയിക്കോട്ടെ, ദൈവം അനുവദിച്ചതല്ലേ. ആ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഒക്കുന്നെങ്കിൽ അച്ഛന്മാരോ ഉപദേശിമാരോ അല്ലെങ്കിൽ സന്യാസിമാരോ ആരുമായിട്ട്, മനുഷ്യരല്ലേ,
വരുമ്പം അതിഥികളോ ഒക്കെ വരുമ്പം അവർക്കും വിളമ്പി കൊടുത്ത് ഞാൻ എൻ്റെ ശൈലി പറയാൻ നിങ്ങൾ ഇഷ്ടമുണ്ടെ യോജിച്ചാൽ മതി. അവരത് കഴിച്ച് തൃപ്തിപ്പെട്ട് രാഗിയും അരിശം കയറിയൊന്നും ചെയ്യരുത്, രുചിയും വരികയില്ല, ഗുണവും ആകുകയില്ല, അവനും വയറ്റി പിടിക്കലില്ല, അവൻ പിന്നെ റാന്നി പോകും തട്ടുകടയില്. അങ്ങനെയൊക്കെ ഉള്ള ചില മുടിഞ്ഞ വീട്ടിൽ വന്ന് എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ. ഞാനൊരു കാര്യം പറയാം, അടുക്കളയിൽ നിൽക്കാൻ ദൈവം സാവകാശം ഒരുക്കി തരുന്നുണ്ടല്ലോ. എത്രയോ പേർക്ക് അടുക്കളയിൽ പെരുമാറാൻ അല്പം കാര്യങ്ങള് ഏതാ ഭക്ഷണ സാധനങ്ങളെ കിട്ടാതെ ഭാരപ്പെടുമ്പോൾ നിന്റെ വീട്ടിനകത്ത് അടുക്കളയിൽ നിന്ന് പെരുമാറാനുള്ള ഭക്ഷണ സാധനങ്ങള് പലചരക്ക് ദൈവം കൊണ്ട് തരുന്നുണ്ടല്ലോ. അതോർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടെ കിടന്ന് പ്രാഗി അരയ്ക്കൊന്നും ചെയ്യരുത്. ആട്ടെ, ഞാൻ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അപ്പോൾ അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്, ദൈവത്തിന് മഹത്വം. ഏതായാലും മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു, മറിയ അവിടുത്തെ തൃപ്പാനത്തിൽ ഇരിക്കുക. ലാസറിനെ പറ്റി ചിലര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതിന്റെ തുച്ഛമായ ഒരു വരുമാനം കിട്ടും, അത് സഹോദരിമാരുടെ കയ്യിൽ കൊടുക്കും, അവരതുകൊണ്ടാണ് ഇതൊക്കെ ആക്കി അടിക്കുന്നെന്ന. എന്തായാലും ആകട്ടെ, നല്ലൊരു കുടുംബം. യേശു ഈ ഭവനത്തിൽ അനവധി പ്രാവശ്യം വന്ന് പാർത്തു. ഒടുവിലായിട്ട് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീണ്ടും അവിടെ വന്നു. അതാണ് 12-ാം അധ്യായം. ഒന്നുകൂടെ വായിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ 6 ദിവസം മുമ്പ് യേശു ഈ വീട്ടിൽ വന്നു. അടുത്തത് അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി, കർത്താവിന് വേണ്ടി ഒരു അത്താഴം ഈ ഭവനം ഒരുക്കി. അടുത്ത വാക്യം, മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അടുത്തത് ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തനായിരുന്നു. സ്തോത്രം, പന്തിയിൽ ഇരുന്ന ഒരുത്തന്. അടുത്തത്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. എനിക്ക് തോന്നുന്നത് തലമുടി കൊണ്ട് കാൽ തുവർത്തി. അപ്പൊ എനിക്ക് തോന്നുന്നത് മറിയ വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലായിരുന്നെന്നാ തോന്നുന്നത്, തലമുടി ഉണ്ടായിരുന്നെന്നാ തോന്നുന്നത്. ഇപ്പോഴത്തെ ചില മറിയമാര് അതെ ഈ സുഖമില്ലാതെ പ്രയാസപ്പെട്ട് ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് തലയിലെ മുടി പോയ ബഹുമാന്യരായ സഹോദരിമാരുണ്ട്. അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ദൈവം മുടി തരട്ടെ, ഒരു കുഴപ്പവുമില്ല. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് മുടിയുണ്ട്, അത് നീ വട്ടം കണ്ടിച്ച് പോകുന്നത് അത്ര നല്ലതാണോ എന്ന് ആട്ടെ മറിയ അത് ചിന്തിക്കും. ഏതായാലും മറിയ ഈ തലമുടി കൊണ്ട് അവിടുത്തെ തൃപ്പാദമെല്ലാം തുടച്ച്. അടുത്തത് വായിച്ചേ. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. പിന്നെ എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനിരുന്ന യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 10 രൂപയിലൊരുത്തന് യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. 10 രൂപയിലൊരുത്തന് യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തന് യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. കാണിച്ചു കൊടുക്കുന്ന
ഇസ്കറിയാത്ത യൂദായും അവിടെ ഉണ്ട്. അപ്പൊ ഈ സ്വച്ഛജഡമാംസ തൈലം ഒരു റാത്തിലെടുത്ത് അവിടുത്തെ തൃപ്പാനത്തിൽ ഒടിച്ച് തൈലത്തിന്റെ സൗരഭ്യം വീട് പറഞ്ഞു. മറിയം തന്റെ തലമുടി കൊണ്ട് അവിടുത്തെ പാനം തുടച്ചപ്പോൾ കേണിച്ചു കൊടുപ്പായിരുന്ന യൂദ ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ ഇടഞ്ഞു. പുള്ളി ഇടയാൻ കാര്യം ദരിദ്രന്മാരോട് അനുകമ്പയമോ സഹതാപമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ 3 കാര്യം എഴുതി. 1, പണസഞ്ചി അവന്റെ പക്കല. 2, അവൻ കള്ളനാ. 3, അതിലിട്ടതെല്ലാം പുള്ളി അടിച്ചു മാറ്റും. എന്നും അടിച്ചു മാറ്റും. സ്വത്രകാഴ്ച അടിച്ച് മാറ്റും. നമ്മുടെ സഭയിലെ കണക്ക് പോലൊന്നും കണക്ക് വായിക്കുന്നില്ല. അവിടെ കണക്കില്ല. അവനെ വെള്ളം കുടിഞ്ഞു. ഇതിന് ചൂട് കുറവാണ്. ചൂട് ഉണ്ടോ? എന്നാ ഞാൻ നോക്കട്ടെ. ഞാൻ കൂടുതലാണോ? മതി. ഇല്ല, മുഴുവൻ കുടിക്കുകയല്ല. അതിനടുത്തുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, തൊണ്ടയ്ക്ക് പ്രയാസം ഉള്ളത് കൊണ്ടാ. അപ്പൊ ശ്രദ്ധിക്കുക, അതെ ഇച്ചിരി നേരത്തെ ഇട്ട വെള്ളമാണ്, അതുകൊണ്ടാ. മഴയും പിടിച്ച് നേരത്തെ ഇട്ടങ്ങ് വെച്ചേക്കല്ലേ, പാസ് വരുമ്പോ കിടന്ന് പുഴയുണ്ടെന്നോർത്ത് ഇട്ടതാ. എന്നാലും ഇച്ചിരി കുടിച്ച നന്നായി. പറയാ ഇവിടെ യോഗത്തിന് വിടുകയല്ല. കാരണം അവിടെ എന്റെ ഭാഷയാ കേട്ടോ. താബോർ മലയുടെ മുകളിൽ യോഗം നടക്കുക, ആരാധനാ യോഗം. നഫ്താലിയുടെയും ശബുലിന്റെയും 10,000 പേരെ തെരഞ്ഞെടുത്ത് ദബോരയും ബാരാക്കും ഈ 10,000 പേര്, എന്റെ ഭാഷയാ പറയുന്നത്, താബോർ മലയുടെ മുകളിൽ അനുഗ്രഹിക്കപ്പെട്ട യോഗം, ആരാധന, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുക. ഇവർ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഈ യായേലിന് ആ യോഗത്തിന് പോയാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ഭർത്താവ് അത്ര സുഖമല്ല, വിടുകയല്ല. അതുകൊണ്ട് ഇവള് എതിർക്കാനും ഉടക്കാനും ഒന്നും പോയില്ല. അവൾ ആ പരവതാനിയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ജാഗരിക്കുക. ഞാൻ എന്റെ ശൈലിയിൽ ആ ഭാഗം ചേർത്ത് പറയാ. എന്റെ ഭാഷയിൽ പറഞ്ഞ ഇവള് കേട്ടു അവൻ സീസറിയെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കും. ഇവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ ദാസി ദബോരയിൽ കൂടി ആലോചന പറഞ്ഞിട്ടുണ്ട്, സീസറിയെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കും. എനിക്ക് യോഗത്തിന് പോകണമെന്നുണ്ട്, പക്ഷെ എന്റെ ഭർത്താവ് അനുവദിക്കുന്നില്ല. എനിക്ക് അങ്ങോട്ട് ചെന്നാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ അനുവദിക്കുന്നില്ല. പക്ഷെ നിന്റെ ആലോചന അവനെ ഒരു സ്ത്രീയുടെ കൈ കൊടുക്കുക, അങ്ങനെയെങ്കിൽ എന്റെ കൈ തരണം. ഇവളകത്തിരുന്ന് ഇങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ അറിയാം. അങ്ങനെ എന്റെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥിച്ച് ചെടയ്ക്ക് വന്ന് നോക്കി എന്തോ ആയെന്ന്, യോഗം എന്തോ ആയെന്ന്. അന്നേരം ഇങ്ങനെ അവിടെ ഭയങ്കര പരിപാടി. ഇവള് വീണ്ടും പോയിരുന്ന് ജാഗരിക്കും. പിന്നെ ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കും എന്തോ. അപ്പൊ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിക്കുന്നു. ബാരാക്കും ദബോരയും നഫ്താലിയുടെ ശബുലിന്റെയും 10,000 പേര് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇങ്ങനെ ആത്മാവിനവര് നൃത്തം ചെയ്തപ്പോൾ ദൈവം പുരാനൊരു പദ്ധതി കിട്ടു. നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് വന്ന് പൊഴുതാൻ തുടങ്ങി. നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. സീസറിയുമായി സ്വഗതികളെ പൊരുതി. പിന്നെ കീശോന്തോട് പുരാതന നദി, ഞാൻ കീശോന്തോട് വലിയ വലിയ ഒഴുക്കി കൊണ്ടുപോയി. പിന്നെ എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. പിന്നെ അന്ന് വൽഗതത്താൽ സൂര്യവൽഗതത്താൽ കുതിരക്കുളമ്പകൾ കട്ടണം ചെയ്തല്ല എന്ന് പറഞ്ഞാൽ ഇവർ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ച് ബലപ്പെട്ടപ്പോൾ നക്ഷത്രങ്ങൾ പൊരുതി. നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതനിറങ്ങി പടപൊരുതി. ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലങ്ങളിൽ. അങ്ങനെ കോടി കോടി ദൂതന്മാരാണ് നമുക്കുള്ളത്. അവൻ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേര പഠിച്ചപ്പോൾ ഉയർത്തിയിടും വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം. അറിയാവുന്ന പാട്ടുകളോട് പാടും. നക്ഷത്രങ്ങൾ പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതനിറങ്ങി പടപൊരുതി. 900 ഇരുമ്പരതുമായിട്ട് ദൈവമക്കളെ പീഡിപ്പിച്ച ആ ശത്രുവിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവതി ഇറങ്ങി. അവൻ ദൂതനിറങ്ങി കുതിരയുടെ കുതികാല് വെട്ടി, കുതിരയാടി, അതാ വൽഗീതം, കുതിരയാടി. ആ ഭാഗമൊക്കെ പഠിപ്പിക്കുന്നവരും പഠിച്ചവരും പറഞ്ഞത് ദൈവം തമ്പുരാൻ മേളിൽ 4 പഴം പൊഴിപ്പിച്ചു. 4 പഴം. ദൈവത്തിന്റെ ആയുധപ്പുറയിൽ പല ആയുധമുണ്ട്. നിന്റെ ആയുധം ഒന്നും എടുക്കണ്ട, നീ നോക്കും എടുക്കണ്ട, പാർട്ടിക്കാരെ പിടിക്കണ്ട, അവൻ സമരമുറയ്ക്കും പോകണ്ട, അവൻ സ്വത്ത് ഞങ്ങളിൽ ഒന്നിന് തൊട്ട് കളിച്ച ഓടാ. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്നായി പറഞ്ഞത്.
നീ കുറുവടി എടുക്കണ്ട, കൊടുവാളും എടുക്കണ്ട, ഇടിയട്ടെ നെഞ്ചക്കും അടിവാളും ഒന്നും വേണ്ട. നീ ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെടണം. പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യണം. നീ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്റെ കൈകളിൽ വഹിക്കും. യശൂറിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിന് അവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വരും. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാ. കീഴെ ശ്വാസത ഭുജമുണ്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹിതം കൊടുക്ക. നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്ന്. ഞാൻ എടുത്ത വിഷയത്തിലോട്ട് വരാമെങ്കിലും ദൈവാത്മാവ് ചില മേഖലകളിൽ കൂടി പോകുന്നുണ്ട്. വചനത്തിൽ നിന്ന് ഒരു ദൂത് പറയാം. നിങ്ങൾക്ക് അറിവുള്ള ഭാഗ്യമാ. യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിയുക. അതിനുശേഷം നെഹെമ്യാവ് വന്ന് മതിൽ പണിയണം. അപ്പോൾ ആദ്യം ആലയത്തിന്റെ പണിയാ. ആലയത്തിന്റെ പണി അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അവൻ തീർപ്പ് അങ്ങോട്ട് കൽപ്പിച്ചു. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ ഒടുവിൽ 45-ന്റെ 1 പഠിക്കുമ്പോൾ ആ ഭാഗം അറിയാം, വായിക്കണ്ട. കോരേശിന്റെ മനസ്സിനെ ഉണർത്തി തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെ ആലയത്തിന്റെ പണി അങ്ങോട്ട് തുടങ്ങി. സെരുബ്ബാബേലിന്റെ ദൈവം അതിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. സഹായത്തിന് മഹാപുരോഹിതൻ യോശുവയുണ്ട്. ഇവർ ആലയം പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് മുടക്കി. തടസ്സങ്ങൾ വന്നു. അങ്ങനെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ശക്തമായി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഹഗ്ഗായി പ്രവാചകനെ, സെക്കറിയാ പ്രവാചകനെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ഇവരെ ധൈര്യപ്പെടുത്തി. ഹഗ്ഗായി അല്പം രൂക്ഷമായിട്ടൊക്കെയാ പറഞ്ഞത്. അവൻ ദൈവാലയം ഇങ്ങനെ ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നത് യോഗ്യമാണോ? നിങ്ങൾ ചില ബന്ധുക്കോസുകാരുടെ ഹോളിൽ ചെന്ന് ആ ഹോളിരിക്കുന്നവന്റെ വീട് 4 കോടിയുടെ സഭാഹോളോ ഇന്നൊരു ആത്മഭാരമാണ്. മിണ്ടുന്നില്ല. എടാ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥാനം ആദ്യം വൃത്തിയാക്കേ. നിന്റെ വീട് നീ വൃത്തിയാക്കുമല്ലോ, ആദ്യമല്ലേ. മുറ്റത്തെ ടൈൽസ് ഇട്ടു, അടുക്കളയുടെ അവിടെ ടൈൽസ് ഇട്ടു, ടെറസിന്റെ മണ്ട കുന്തമിട്ടു ഇട്ടോ. ഞാനെതിരല്ല. ഞായറാഴ്ച കിതാബുമായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ. സിയോൻ സഞ്ചാരി ഞാൻ നീ ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലമോ? നിനക്ക് 5 ഏക്കർ സ്ഥലമുണ്ട് റാന്നിയിലെ. ആരാധനയ്ക്കുള്ള സ്ഥലം 5.5 സെന്റ്. അത് ജാബുവാന്റെ കാലത്ത് വെച്ചൊരു ഹോള്. അതിന്റെ കടുക്കോൽ 2 എണ്ണം ഇളകി. കളവനിട്ട് സമ്മതിക്കത്തില്ല പൊളിച്ചു പണിയാൻ. അത് പറഞ്ഞ എന്റെ അപ്പച്ചൻ പണിതരാ. ഇയാളെയൊക്കെ സമ്മതിക്കുകയല്ലെന്ന്. പല വീട് വലുതാക്കിയില്ലേ ആദ്യം ആലയം നന്നാക്കണം. വീടും വലുതാക്കിക്കോ, ഞാൻ എതിർക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഇടമല്ലേ യോഗ്യമായിട്ടിരിക്കേണ്ടത്. അത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചിലർക്ക് പ്രയാസം ഉണ്ടാകും. 5 ഏക്കർ സ്ഥലമുള്ളവന് സഭയ്ക്ക് കൊടുത്ത 5 സെന്റ്. എന്നിട്ട് അവനെ ശീലാന്തിയെ കയറിയിരിക്കുക, ഞാൻ സഭയ്ക്ക് സ്ഥലം കൊടുത്തതാണ്. ശങ്കാവിഷയം വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടുക, ഹോളിന് ചുറ്റും. മനസ്സിലായില്ല? പിന്നെ മനസ്സിലാകും, അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും. കൊടുക്കുന്നെങ്കിൽ നന്നായിട്ട് കൊടുക്കേ, വൃത്തിയായിട്ട് കൊടുക്ക. അങ്ങനെ കൊടുത്തവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരെ ദൈവം മാനിച്ചിട്ടുമുണ്ട്. ദൈവമാർഗം കടക്കാരനല്ല. എബ്രായലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രതിഫലം വിഭാഗിക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ തലമുറകളെയും ആദരിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഹഗ്ഗായി കർക്കശമായി പറഞ്ഞു, നിങ്ങൾ നട്ടിട്ട വീട്ടിൽ പാർക്കുക, ദൈവാലയം ശൂന്യമായി കിടക്കുക. ഇത് ശരിയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഹഗ്ഗായി പറഞ്ഞു. സെക്കറിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇങ്ങനെ ആലയത്തിന്റെ പണി മുടക്കി. അപ്പോൾ ഇവർക്കൊരു ചിന്ത, മതില് പണിതിട്ടില്ല, മതില് പൊളിഞ്ഞു കിടക്കുക. നെഹെമ്യാവിന്റെ പുസ്തകവും എസ്രായിയുടെ പുസ്തകവും പഠിക്കുമ്പോൾ മതില് പൊളിഞ്ഞു കിടക്കുക. മതില് പൊളിയാൻ പല കാര്യമുണ്ട്. മതില് പൊളിഞ്ഞതല്ല, പൊളിച്ചതാ, അല്ല പൊളിപ്പിച്ചതാ. ഇവനൊന്നും ശരിയാകാഞ്ഞുകൊണ്ട് ദൈവം പൊളിപ്പിച്ചതാ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വിഷയമല്ല. പൊളിപ്പിച്ചു. പക്ഷെ എന്നാൽ ചിലർ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അപ്പൊ ജനത്തിനിടയിൽ ഒരു ചിന്ത വന്നു, ഒരു ചിന്ത. ആ ചിന്ത മറ്റൊന്നുമല്ല, ദൈവത്തിന് മഹത്വം. അയ്യോ, മതിലില്ലാതെ നമ്മൾ ആലയം പണി നടത്തിക്കൊണ്ടിരിക്കുക. ശത്രുക്കൾ ഏത് സമയത്തും കയറാം. മതില് സുരക്ഷിതത്തെ കാണിക്കുന്നതല്ലേ. കേരളത്തിലുള്ളവരോട് മതിലിന്റെ കാര്യം പറയേ, അയ്യോ വീട് വെച്ചില്ലെങ്കിലും മതിൽ ആദ്യം കെട്ടും.
നമ്മൾ പറഞ്ഞ പോയിന്റ് വരാം. വെള്ളപ്പൊക്കം വന്നപ്പോഴാ മനസ്സിലായി മതിലും കെട്ടി ആ ഗേറ്റ് വിട്ട് ആമത്താഴ് വിട്ട് പൂട്ടി റിമോട്ടായിരുന്നു. വെള്ളം കയറി അത് പോയി. തള്ള വരയ്ക്കാത്ത ഞെക്കോട് ഞെക്ക് ആര് തുറക്കാനാ? ഞെക്ക് ഞെക്ക് തള്ളയുടെ ഊപ്പാട് വരിക. ഉടനെ അപ്പം പറഞ്ഞു ഞാൻ ഞെക്ക് രണ്ടോടിരുന്ന് ഞെക്കുക. റിമോട്ടായി പിടിച്ച് ഞെക്ക് എവിടെ തുറക്കാനാ? അടിച്ച് തൂത്തത്. അപ്പുറത്തെ ആരോട് മിണ്ടുകയല്ലോ. മിണ്ടോ? നീ അവരോട് മിണ്ടുവോ? നീ അവരോട് അതിര് തർക്കം ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? ഇപ്പോഴും കേസ് കിടക്കുകയല്ലേ? ഞായറാഴ്ച അവൻ IPC, നീ ചർച്ചക്കോട്, ഇടയ്ക്ക് നിന്നവൻ ചാരോൻ. അങ്ങനുണ്ട്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഞാൻ സഹിതം ആദ്യം മാനസാന്തരപ്പെടണ്ടേ? എടാ, മറ്റുള്ളവനെ സ്നേഹിക്കേ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീയാണോ കാണാത്ത ദൈവത്തെ? ഏത് ദൈവത്തെയാ? അപ്പുറത്തുകാരനെ മിണ്ടിയിട്ട് നീ എത്ര കൊല്ലമായി? പിന്നെ പെന്തിക്കോസുകാർ വളച്ചിൽ പറയുന്നതെന്നറിയോ? ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന്. നിന്നോട് മുതുപിശാചാ പറഞ്ഞത്, ദൈവാത്മാവല്ല. നിന്നോട് പറഞ്ഞത് റാന്നിയിലെ പക്ഷെ എവിടെ പോ അവിടെ അടങ്ങിയിരിക്കുക, അവിടെ ഇരിക്കും. ഇപ്പൊ യോഗം തീരുകയല്ല. നിന്നോട് ദൈവാത്മാവല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് സ്നേഹിക്കാനാ പഠിപ്പിക്കുന്നേ. ശത്രുക്കളെയും സ്നേഹിക്കണം. യേശുവല്ല പഠിപ്പിച്ചത്. ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കണം. നിങ്ങളെ പഠിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. നിങ്ങളെ കുറിച്ച് സകല നിന്മയും കളവായി പറയുമ്പോൾ അവന്റെ കൊങ്ങാക്കി പിടിക്കാൻ നടക്കരുത്. നീ സന്തോഷിച്ചോണം. സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതാ. നിന്നെ ആദരിക്കുന്ന ഒരു സുദിനമുണ്ട്. ഈ ആക്ഷേപങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നിന്നെ പന്തിക്ക് അങ്ങോട്ട് ഇരുത്തും. ഇവരുള്ളത് കൊണ്ട് രണ്ട് ശീല ഇടയ്ക്ക് പാടിക്കോട്ടെ. അവിടെ കൊണ്ട് ഇരുത്തും. അവിടെ ഉള്ളവരെല്ലാം കൂടെ നോക്കും. ആരിവർ രാജനോടൊപ്പമായി പന്തികിരി പാതു സത്യസഭ. ആരിവർ രാജനോടൊപ്പം പന്തികിരി പാതു സത്യസഭ. ഉന്നേശുതം പൂര ചിന്തിയ രക്ത ഫലമവിശുദ്ധ കൂട്ടരത്തെ. യാതൊരു കാക്കാച്ചിന് വെളിവില്ലാത്തവനാ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാനൊന്നും പറയാനും ഒന്നുമില്ല. ഒന്ന് എഴുന്നേറ്റേ ഒരു കാര്യത്തില്ല. എഴുന്നേറ്റേ പാടാൻ വേണ്ടിയാ. കൊണ്ട് തുവർത്തി. യൂദായിക്ക് അനുകമ്പയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന്, അവൻ കള്ളനാ. 2, പണസഞ്ചി അവന്റെ പക്കല. 3, ഇതിലിടുന്നത് ഇവനെ അടിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത്. അത് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. മറിയ ഇത് കൊണ്ട് യേശുവിന്റെ കാൽക്കല്. ഈ ആരോടും അനുമാനമൊന്നും ചോദിച്ചില്ല മറിയ. ഒരു രാത്രി സ്വച്ഛജഡമാംസ തൈലമുണ്ട്. അച്ചായ യേശു വീട്ടിൽ വരുന്നുണ്ട്. മിക്കവാറും ഞാനൊരു 5:30 പൂശാൻ ഒന്ന് നിങ്ങൾ കമ്മിറ്റിക്കാരെ അനുവദിക്കണം. ആ കമ്മിറ്റി ആണെന്നല്ല, ഉപവാസപ്രവർത്തനം ഒക്കെ കമ്മിറ്റി പറയണം. മിക്കയിടത്തും പാസ്റ്റർമാര് സ്റ്റാമ്പാ. സെക്രട്ടറിയോടും ട്രഷറിനോടും കമ്മിറ്റിയോടും പറയണം നമുക്ക് ഒരു മാസം ഉണ്ട്. ഈ ചൂടും പിടിച്ചായിരിക്കാനാ പാസ്റ്റർ. ഇവൻ ഇരിക്കുകയല്ലതാ, ഇവൻ ഇരിക്കുകയല്ല. നമുക്കൊരു കൺമശമാക്കും. ആര് വരാനാ ഈ മഴയും പിടിച്ച് നോക്കടാ വന്നോ ഇല്ലയോ? മഴയല്ലേ? മുമ്പേ പെയ്തത് മഴയല്ലേ? അതോ തേനായിരുന്നോ? എടാ, വരണ്ടവൻ വരും, ഇരിക്കേണ്ടവൻ ഇരിക്കും, പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കും, ആരാധിക്കേണ്ടവൻ ആരാധിക്കും. അവിടെ നിങ്ങളെല്ലാം റോഡിൽ നിൽക്കുന്ന. അയ്യോ, നിങ്ങൾ നിന്ന് കാല് കടിക്കുന്നില്ലയോ? ഇങ്ങോട്ട് ഇവിടെ 5-6 കസേരയൊക്കെ കിടപ്പുണ്ട്. കാല് കഴുക്കിയാന്നേക്ക് വാ. എന്നാലും നിങ്ങൾ നിൽക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഇന്ന് രാത്രി സുപ്രസാദകാലമാ, രക്ഷാദിവസമാ. യേശു മാത്രമാ ദൈവം. തിരിച്ചു പോകുമ്പോൾ ക്രിസ്തുവിന്റെ രക്ഷകനായി സ്വീകരിച്ചു വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരികയല്ല, നിങ്ങളുടെ കുടുംബത്തിനും ഒരു കുഴപ്പം വരികയല്ല. നിങ്ങൾ നിങ്ങളുടെ സന്ധിതയെ ഉയർത്തുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, മറിയ ഇത് ആരോടും കമ്മിറ്റിക്കാരോടൊന്നും ചോദിച്ചില്ല. കമ്മിറ്റിയോട് ചോദിച്ചാൽ ഇവന്മാർ സമ്മതിക്കുകയല്ല. ഉപവാസ പ്രാർത്ഥന വെക്കാൻ ഇവന്മാര് സമ്മതിക്കില്ല. അച്ഛാ നമുക്ക് ഒരാളെ വിളിക്കോ? പാസ് തന്നെ പറഞ്ഞിട്ട് നീ ഗുണമായോ? 5.5 കൊല്ലമായിട്ട് പുള്ളി തൊണ്ട കയറി പറയുക. പണ്ട് ചാക്കോ സാറിനോട് ഇത് പറഞ്ഞു ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംസ്കാരമായിരുന്നെന്ന്. എന്നിട്ട് ഗുണമായോ? എടാ, കൃപയുള്ള, അഭിഷേകമുള്ള, വചനപരിജ്ഞാനമുള്ള, ദൈവകൃപയുള്ള ഒരാളെ വിളിക്കട്ടെ, ശുശ്രൂഷിക്കട്ടെ.
കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സമ്മതിക്കുകയല്ല. ഇനി ചിലരെ വിളിക്കണമെങ്കിൽ കമ്മിറ്റി എല്ലാം കൂടി ഇരുന്ന് ഏതെങ്കിലും ഒരുത്തർ ഇഷ്ടപ്പെടാത്തതാണ് അവൻ കയറി കൊടുക്കും. പുള്ളിയെ വിളിക്കണ്ട, അതിന വേണ്ട, അതിന വേണ്ട. പിന്നെ ആരെയാ വിളിക്കണ്ടേ? എന്നാ നീ കയറ്. പണ്ട് തള്ള പറഞ്ഞ പോലെ കണ്ണും തുറക്കുകയല്ല പാലും കുടിക്കുകയെന്ന് പറഞ്ഞ പോലെ ഇവനൊട്ട് ഗുണമാകുകയില്ല. ഒരുത്തനോട്ട് മിക്ക സഭയിലും അടക്കോഴി ഇരിക്കും പോലെ കുറെ എണ്ണമുണ്ട്. അടക്കോഴി, പൊരുന്ന കോഴി എന്ന് പറയും. ഇതൊരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി മുട്ടയിടാൻ. ഇവനെ 82 ആനത്തടത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാ. പൊരുന്ന 75 2 മുട്ട ഇട്ട അത് ഇപ്പോഴും കൊക്കിട 75 ഇട്ട മുട്ടയുടെ കണക്കാ. ഞാൻ 2 മുട്ട ഇട്ടായിരുന്നു കേട്ടോ. എന്തോ മുട്ടയായിരുന്നു എന്റെ മുട്ട കാണാനായിട്ട്. പിന്നെ ചത്തോങ്കരയിൽ നിന്ന് വരാൻ ആൾക്കാർ എന്റെ മുട്ട 82 2 മുട്ട ഇട്ട ജീവൻ പിന്നെ കൊക്കുക കണ്ടവാനും കൊക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, വചനത്തിൽ നിന്നല്ല, ഒരു നാടൻ പ്രയോഗം നിങ്ങൾക്കറിയാം. ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ഇനി പൗലോസ് പറഞ്ഞ പറവേണ്ട സ്പർദ്ധയോടാന്നേലും വൈരാഗ്യത്തിലാണ് യേശുവിനെ അല്ലേ പ്രസംഗിക്കുന്നേ. യേശുവിന്റെ നാമമല്ലേ. അവിടുത്തെ നാമം അത്ഭുതത്തിന്റെ നാമമാ, അതിശയത്തിന്റെ നാമമാ. സ്വർലോകരുടെയും ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാ യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. ഇതെല്ലാ നാമത്തിലും മേലായ നാമമാ. ഇന്ന് രാത്രി രോഗത്താൽ ഭാരപ്പെട്ട ആരെങ്കിലും വന്നെങ്കിൽ ഈ പരിശുദ്ധ നാമത്താൽ യേശു നിന്നെ സൗഖ്യമാക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പടരാൻ ഇന്ന് രാത്രി സൗഖ്യമാ. നിന്റെ രക്തത്തിനകത്ത് അസ്ഥിക്കകത്തും മറ്റക്കകത്ത് കുടിയിരിക്കുന്ന രോഗാണുക്കളെ ഇന്ന് രാത്രി ഉരുക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി. രോഗിയായിട്ട് വന്നവർ ഇന്ന് രാത്രി സൗഖ്യത്തോടെ പോകണം. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീറ്റുന്ന ദൈവം, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന യേശു. ഭൂതങ്ങൾ വിട്ടുമാറും യേശുവിന്റെ നാമത്തിൽ. പുതുഭാഷയിൽ സംസാരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന യേശു, നിന്നെ സൗഖ്യമാക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ പന്തലിന്റെ കീഴിൽ ദൈവപ്രവൃത്തിയോടപ്പെട്ടത് അതിവേഗത്തിലോടുന്ന വചനം, എന്റെ വായിന് പുറപ്പെടുന്ന എൻ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗശാന്തി വെളിപ്പെടട്ടെ. ഈ രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി. ഇന്ന് രാത്രി വിടുവിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. രോഗശാന്തി ഇന്ന് രാത്രി പന്തലിൽ നിന്റെ ശരീരത്തിൽ കുടിയിരിക്കുന്ന രോഗാണുക്കൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രി. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. മനസ്സിന് സ്തുതിക്കുന്ന മേലാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കട്ടെ. രോഗശാന്തിയും ആരോഗ്യം ഉണ്ടാകട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. എല്ലാ കെടുതികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ
ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഓ വേഗം ഓ നീതിയോടെ രാജ്യം ഓ നാടുവാഴികളെ ചിന്തയുമായി ലാഭിക്കും ഓ നാടുവാഴികളെ ചിന്തയുമായി സിംഹാസനത്തിൽ വാഴുന്നാവും ഓ ശ്രീയേശുനാമം അതിശയനാമം പാടും അവിടെ ഇരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, മറിയ അവിടുത്തെ തൃപ്പാനത്തിൽ തൈലം ഒടിച്ചു. ഇത് കമ്മിറ്റിക്ക്, എന്റെ ഭാഷയെ കമ്മിറ്റിക്കാരോടോ ഇസ്കോറിയോത്ത യൂദയോടോ അന്ത്രയോസിനോട് പീറ്ററിനോട് ആരോടും ഞാനൊരു കാര്യം പറയാം, ചില വിഷയമൊന്നും ആരോടും ചോദിക്കരുത്. ചോദിച്ചാൽ യുവമാര് സമ്മതിക്കുകയല്ല. എടാ നിന്റെ പേര് ഉപവാസ പ്രാർത്ഥന വെക്കണമെങ്കിൽ നീ കമ്മിറ്റിയിലിട്ടാ ഇവൻ ഗുണപ്പെടാത്തവനാ, സമ്മതിക്കുകയല്ല. പ്രാർത്ഥിച്ച് വിടുതലെടുക്കേണ്ടത് നീയാ, ആരാധിച്ച് വിടുതലെടുക്കേണ്ടത് അമ്മക്ക്. അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും, അടിസ്ഥാനം മുതല് ഉത്തരക്കല്ല് വരെയും, പുറത്തെ വലിയ പ്രാകാരം വരെയും, പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി. നിർത്ത തോതിന് വെട്ടണം. നമ്മുടെ തോതിനല്ല വെട്ടേണ്ടത്, ദൈവം ഒരു തോത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? സെക്രട്ടറിയുടെ തോതിനല്ല കല്ല് വെട്ടേണ്ടത്. ഇപ്പൊ മിക്കടത്തും സെക്രട്ടറിയുടെ തോതിനാ, പുള്ളി രാവിലെ ഒരു തോതുമായിട്ട് വരും. പ്രചാരന്റെ തോതിനുമല്ല കല്ല് വെട്ടുന്നത്, കമ്മിറ്റിക്കാരുടെ തോതിനുമല്ല കല്ല് വെട്ടുന്നത്. ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്, തോതിന് കല്ല് വെട്ടണം. ഒന്നുകൂടെ വായിച്ചേ. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും, അടിസ്ഥാനക്കല്ല് മുതൽ ഉത്തരക്കല്ല് വരെയും, പുറത്തെ വലിയ പ്രാകാരം വരെയും, പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി. അടുത്തത് പുറവും ഈർച്ചവാളും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ല്. ഈ കല്ലുകൊണ്ടാ പണിയുന്നത്. ഇങ്ങനത്തെ കല്ല. ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. അകവും പുറവും ഈർച്ചവാള് കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ല് എന്ന് പറഞ്ഞ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും രണ്ടും വേണം. അകവും പുറം. ചെല്ലു പറഞ്ഞ അകം ക്ലിയർ ആയാ മതി. അകം ക്ലിയർ ആകണ്ടേ, പുറം എങ്ങനെ ആയാലും എന്നാ അകം നന്നായിട്ട് ക്ലിയർ. നീ തുണി കൊടുക്കാതെ റാന്നിലോട്ടൊന്ന് ഇറങ്ങിക്കേ, തിരിച്ച് വീട്ടിൽ ചെല്ലുകയല്ല. എന്റെ അകം ക്ലിയർ ആകട്ടോ, അകവും ക്ലിയർ ആകണം, പുറവും. അകവും പുറവും ഈർച്ചമാള് കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ല്. ഞാൻ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഭാഗം നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാ പണിയേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ മറിയ ഇതാരോടും ചോദിച്ചില്ല. ആരോടും ചോദിക്കാതെ ഈ സ്വച്ഛജടമാംസ തൈലം അവിടുത്തെ തൃപ്പാനത്തിൽ അങ്ങ് ഒഴിച്ചു. ശിഷ്യന്മാര് ഇവക്ക് നന്നായിട്ട് അറിയാം, പലപ്പോഴും ഇവിടെ വന്ന് താമസിച്ചതല്ലേ. ഇവന്റെ എല്ലാം നോട്ടവും ഇരിപ്പും ആ പമ്മി മാലക്കണ്ണിട്ടുള്ള നോട്ടവും. നിങ്ങൾ ചില നമ്മൾ നോക്കുമ്പോൾ അവര് എങ്ങോട്ടും നോക്കും, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അവര് നമ്മളെ നോക്കും. സൂത്രക്കാരാ അവര്. നേരെ നോക്കി സംസാരിക്കുകയല്ല, കണ്ണെ നോക്കി കാര്യം പറയുകയല്ല. നമ്മൾ നോക്കുമ്പോൾ അവര് നമ്മളങ്ങോട്ടെല്ലാം നോക്കുമ്പോ വലിയ സൂത്രക്കാരാ. ഇവർക്ക് മറിയയ്ക്ക് മാർത്തയ്ക്ക് വരെയെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ മറിയയ്ക്ക് മനസ്സിലായി, യവന്മാരോട് ചോദിച്ചാൽ യവന്മാർ ഒരു തരത്തിലും അനുവദിക്കുകയല്ല. അതുകൊണ്ട് ആരോടും മിണ്ടിയില്ല. യേശു വീട്ടിൽ വന്നിരുന്ന് അത്താഴമൊരുക്കി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയപ്പോൾ അകത്ത് എന്ന്, എന്റെ ഭാഷയാ, അകത്ത് എന്ന് ആരോടും പറയാതെ ഒരു ഭരണി വെങ്കൽ ഭരണി സ്വച്ഛ ജഡമാംസി തൈലമെടുത്ത് ആ കർത്താവിന്റെ തൃപ്പാനത്തിൽ മറിയ കൊണ്ടങ്ങ് പൂശി തലമുടി കൊണ്ട് തുവർത്തി. അപ്പോൾ യൂദാ കയറി ഇടഞ്ഞു.
അയ്യോ ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കുക, ഇത് കമ്മിറ്റി പറയാതെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലയോ, ഞാൻ ഒന്നുമില്ല എന്നോടെങ്കിലും പറയണ്ടോ 300 വെള്ളിക്കാശിൻ്റെ പൂശിക്കോ, പക്ഷെ ഇത്ര ഒന്നും പൂശണ്ട കാര്യം ഇല്ല. ഞങ്ങളുമൊക്കെ കുറച്ച് കൊല്ലമായിട്ട് പൂശുക, പിന്നെ ഇവക്കൊരു പ്രത്യേക പൂശെന്ന് പല അഭിപ്രായങ്ങളല്ലേ, അവളതൊന്നും മൈൻഡ് ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാൻ, നിങ്ങൾ വചനം പരിജ്ഞാനമുള്ളവരാ. നമ്മുടെ കർത്താവ് ഈ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് അവിടെ ചെന്നത്. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് പെസഹ കഴിഞ്ഞ് നമ്മുടെ കർത്താവ് മാറ്റിവെച്ച അപ്പവും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് പങ്കിട്ട് വാങ്ങി ഭക്ഷിക്കെന്ന് പറഞ്ഞ് അന്ത്യത്താഴം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് കിദ്രോന്തോടും ഒക്കെ കടന്ന് ഒലിവുമലയ്ക്ക് പോവുക. ഒലിവുമലയ്ക്ക് കയറ്റം കയറി ചെന്ന് ഗതസമനയിൽ ചെന്ന് അവൻ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങളും പേറിക്കൊണ്ട് ഗതസമനെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിയർപ്പ് തുള്ളി വിയർപ്പുകളെല്ലാം രക്തത്തുള്ളിയായി നിലത്ത് വീഴുകയാ. എന്തിന്? എന്റെയും നിന്റെയും ഞാനും നീയും ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടിയ സകല അക്രമങ്ങളും അനീതികളും പാപങ്ങളും ശാപങ്ങളും യേശു നമുക്ക് വേണ്ടി വഹിക്കുക. എന്നെയും നിങ്ങളെയും വഹിച്ചവിടുന്ന് പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. അവൻ സകല മനോവേദനയോടെ, അവിടെ ഒരു പദമുണ്ട് പ്രാണവേദനയിലായെന്ന, പ്രാണവേദനയിൽ ഞാനും നിങ്ങളും അവനത് വേദനപ്പെടേണ്ടത് യേശു നമുക്ക് വേണ്ടി വേദനപ്പെട്ടു. ഞാനും നിങ്ങളും സഹിക്കേണ്ടത് യേശു സഹിച്ചു. അവിടുന്ന് ഗരസമനെ വെച്ച് ഉറക്ക നിലവിളിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ കർത്താവിനോട് ദൈവത്തോട് അപേക്ഷിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന ബിയന്റെ ശബ്ദമിതേ. പാപിയെനിക്കായി നൊന്തലറിടുന്ന ബിയന്റെ ശബ്ദം. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന ബിയന്റെ ശബ്ദമേ. പാപിയെനിക്കായി നൊന്തലറിടുന്ന അതാ കേൾക്കുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഗതസമനെ വെച്ച് അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി, അവൻ പ്രാണവേദനയിലായി. എന്തിനേറെ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും മടിയും തീവട്ടിയും ബന്ധങ്ങളുമായി കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ, അവനത് ആ ഭീകരനെ പിടിച്ചു കെട്ടുമ്പോൾ നമ്മുടെ അരുമനാഥനെ പിടിച്ചു കെട്ടി അടിച്ച് അവൻ അതെ ആക്ഷേപിച്ച് പരിഹസിച്ച് നിന്ദിച്ച്, എന്തിനേറെ നിങ്ങൾക്കറിയാം പല കോടതി അന്ന് രാത്രി മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. പീലാത്തോസും ഹന്നാസും കയ്യപ്പാവും ഹെരോദാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചു. അവൻ സന്നിധി സംഘങ്ങളൊക്കെ വിസ്തരിച്ചു, ആക്ഷേപിച്ചു. അവന്റെ മുതുകത്ത് കഠോര കൃതകന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടാതെ ചാട്ടമാർ ചുടറ്റി അടിച്ച് ഈ ചാട്ട പറിക്കുമ്പോൾ പച്ചമാംസം അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് അവൻ കിറന്ന് പറഞ്ഞ് കീറി. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാര് പാടി നമുക്കറിയാം, അവിടുത്തെ മുതുക ഉടവജാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ലോരുമാർ ആക്ഷേപിച്ച് പരിഹസിച്ചും. പ്രവാചകൻ പറയുക, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവിടുത്തെ സാക്ഷികൾ ന്യായം കിട്ടാതെ. എന്തിന്? അവൻ സ്തോത്രം, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ, എന്റെ നിന്നെ പാപം പരിഹരിക്കുവാൻ, ഞാനും നീയും മോക്ഷം പ്രാപിക്കുവാൻ, എന്റെ നിന്നെ ശാപദോഷങ്ങൾ മാറിപ്പോകുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്ക് ഈ പീഡകളെല്ലാം സഹിച്ച ഒടുവിൽ മരക്കുരിശിൽ ചുമന്നുകൊണ്ട് വേച്ചും മറിച്ചും കാൽവറിയിലേക്ക് നടന്ന് ആമേൻ പോയ ക്രിസ്തു കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു ഇന്ന് രാത്രി എന്റെ സ്നേഹിത ഈ കാൽവറിയിലേക്ക് കണ്ണുകൾ നോക്ക്. നിനക്ക് വേണ്ടി ഒരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ രക്തം ചിന്തുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ പ്രാണവേദനയിൽ കിടക്കുന്നു. നിന്റെ ജാപം മാറുവാൻ
മാറുവാൻ, നിന്റെ ദോഷം മാറുവാൻ, നിന്റെ കെടുമതി മാറുവാൻ, നിന്റെ ശാപദോഷം മാറുവാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിലേക്ക് ഇന്ന് രാത്രി കൈകൾ ഉയർത്തി അവിടത്തോട് വിളിച്ചപേക്ഷിക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി കാൽവരിയിലേക്ക് കൺകളികൾ അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ, രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൽ, കാണുന്നു ഞാൻ കാൽവരി മാമല. യോന ചെയ്ത തെറ്റിന് കാറ്റുപടകിലാഞ്ഞടിച്ചത്, യോന ചെയ്ത തെറ്റിന് കാറ്റുപടകിലാഞ്ഞടിച്ചത്, ഭീകരമാം ശോധനയതോ പടകിലല്ലയോ തീർന്നത്, ഭീകരമാം ശോധനയതോ പടകിലല്ലയോ തീർന്നത്. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൻ മുൻപിലാ, കാണുന്നു ഞാൻ കാൽവരി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, 5 പൈസ മുടക്കേണ്ട, മെഴുകുതിരി കത്തിക്കേണ്ട, നിലവിളക്ക് കൊളുത്തണ്ട, അരി വേണ്ട, പൊരി വേണ്ട, മലരി വേണ്ട, വാഴക്കൊല വേണ്ട, ഏത്തക്കൊലക്ക് വേണ്ട, പൂവങ്കോടിയ വേണ്ട, പെടേന വേണ്ട, ആട് വേണ്ട, പോത്ത് വേണ്ട, കാള വേണ്ട, ഒന്നും വേണ്ട, നിന്റെ വസ്തു വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി 5 പൈസയും കൊണ്ടുവരണ്ട, ഒരു സാധനം ഭൗതിക വസ്തുക്കൾ ഒന്നും വേണ്ട. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോട് നീ ഏത് മരത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ടവരാകട്ടെ, കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാവരനോ കുചേലനോ കുബേരനോ താണവനോ ഉയർന്നവനോ വെളുത്തവനോ കറുത്തവനോ ആരുമാകട്ടെ, മനുഷ്യനാ നിന്നെ സ്നേഹിച്ച യേശു സ്വർഗമഹിമ വിട്ട് വന്നത്, നിന്നെ ഇഷ്ടപ്പെട്ട അവിടെ നിന്നെല്ലാം വെടിഞ്ഞോട്ട് വന്നത്. ഇന്ന് രാത്രി നിൽക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്ത് നിന്ന് ഞാൻ സാധാരണ ഉപദേശിമാര് പറയാൻ പോലെ കൈ പൊക്കാനും ഒന്നും ഞാൻ പറയാറില്ല. കൈയൊന്നും പൊക്കിയില്ലെങ്കിലും നീ ഹൃദയവേദനയോടെ അനുതാപത്തോടെ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കൺകൊളുയർത്തി യേശുവിനോട് പ്രാർത്ഥിന്, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ആ യേശുവിലേക്ക് കൺകൊളുയർത്ത്. കർത്താവ് കാമൻ കുരിശിൽ തൂങ്ങിക്കിടക്കുക, അവിടുന്ന് ഉപദ്രവിച്ച പീഡകളെല്ലാം സഹിച്ച് മാറി മാറി വിസ്തരിച്ചു. നമ്മുടെ കർത്താവിന്റെ ആ കഷ്ടാനുഭവങ്ങളെ പറ്റി പത്രോസ് പറഞ്ഞ പദം പറയാ, ആമ തന്നെ ശകാരിച്ചിട്ട് പകരമൊന്നും ശകാരിച്ചില്ല. പകരം ശകാരിക്കരുത്, പകരം ഒന്നും ചെയ്യരുത്, പകരം ഒന്നും പറയരുത്. പറയരുത്. ഞാനീയുടെ ഒരുത്തനോട് പറഞ്ഞേടാ, നീ എന്നെ കണ്ട് പഠിക്കേ, നീ എന്നെ അല്ല, നീ എനിക്ക് വിടവ് തരാം, ഞാനിതൊന്ന് പറഞ്ഞേറ്റ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വരിക. അല്ല, അവൻ പാപം ഒന്നും ചെയ്തില്ല. അതാ ഞാൻ അവനോട് ഒരാൾ പറഞ്ഞു, നീ എന്നെ കണ്ട് പഠിക്കേ, പകരം പറയരുത്, പകരം ചെയ്യരുത്. പകരം പറയുന്നത് നമ്മുടെ മാർഗമല്ല, പകരം ചെയ്യുന്നത് നമ്മുടെ മാർഗമല്ല. സ്തോത്രം. നമുക്ക് യേശു പഠിപ്പിച്ച മാർഗം വിശേഷ മാർഗമാണ്. ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണിക്കാനാ. അടിച്ചു നോക്കണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടക്കണം. ഉടുപ്പ് ചോദിക്കുന്നവന് ഉറപ്പ് കൊടുക്കും. ശത്രുവിന് വിശക്കുന്നെങ്കിൽ
തിന്മാൻ കൊടുക്ക, കുടിപ്പാൻ കൊടുക്ക. ഞാൻ പുസ്തകം തരാൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം. നീ പകരം പറയരുത്, പകരം ചെയ്യരുത്. യേശു അതാ പഠിപ്പിച്ചേ. തന്നെ ശകാരിച്ചിട്ട് പകരം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി അവർ മുടിഞ്ഞു പോകാനും പ്രാർത്ഥിക്കരുത്, നന്നായി വരാൻ. അതാ യേശുവിന്റെ മാതൃക. തന്നെ ശകാരിച്ചിട്ട് യേശു പകരം ശകാരിക്കാതെയും. അല്ല, ഇവരെല്ലാം മാറി മാറി വിസ്തരിച്ചല്ലോ. ഒരു ശീലം പാടിക്കോട്ടെ, 10 പറയണം. അന്നാച്ചൻ കയ്യപ്പാവും ഏറോതു വന്നു നിന്നെ, അന്നാച്ചൻ കയ്യപ്പാവും ഏറോതു വന്നു നിന്നെ, നിന്നയിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്നയിച്ചു പീഡ ചെയ്തെല്ലാം സഹിച്ചുവല്ലോ, മറുതടില്ലതല്ലോ റോമാ ഗവർണർ മുന്നിലും നീ, മറുതടില്ലതല്ലോ റോമാ ഗവർണർ മുന്നിലും നീ. നന്നായി പഠിച്ചടികൾ നിൻ സൗമ്യമാം സ്വഭാവം, നന്നായി പഠിച്ചടികൾ വൻപ്രതികൂലമധ്യേ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, വൻപ്രതികൂലമധ്യേ അതിന്റെ ഒടുവിലത്തെ ഒരു ലൈന് സൈമൺ സാർ എഴുതിയിരിക്കുന്നത് ഒടുവിലത്തെ ലൈനാ. തത്വാ മുനിയെ ദുഷ്ടലോകശനിയെ, തത്വാ മുനിയെ ദുഷ്ടലോകശനിയെ, സത്യവേദ ധ്വനിയെ ജീവഗമകനിയെ, സത്യവേദ ധ്വനിയെ ജീവഗമകനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതനിയെ, കരുണയും ധ്വനിയെ ഞങ്ങൾ വരുന്നിതനിയെ. പ്രതാപമാർന്ന ശ്രീയേശുനായകനെ, പ്രതാപ വണങ്ങിടും നടിയാർ തവ പാദങ്ങൾ വണങ്ങിടും നടിയാർ വണങ്ങിടും നടിയാർ തവ പാദങ്ങൾ. ഇന്ന് രാത്രി യേശുവാണ് നമ്മുടെ മാതൃക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, ഭീഷണം അനുഭവിച്ച കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണവും പറഞ്ഞില്ല, കഷ്ടപ്പെടുത്തിയ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. അതാ യേശു. ഭീഷണിപ്പെടുത്തരുത്, എല്ലാം ന്യായമായി വിധിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങൾ സഹിച്ച് ക്രൂശിൽ തൂങ്ങപ്പെട്ടു. ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണന വിട്ടു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ ഒരു പടയാടി കൊണ്ടുവന്ന് വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടെന്ന്. എനിക്ക് ഒന്ന് പി വി തൊമ്മി എഴുതിയ വളരെ പ്രചാരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഞാൻ ഈ ഇടയ്ക്ക് പാട്ട് പാടുന്നതെല്ലാം മെസ്സേജാ. ഈ ബോധമുള്ളവർക്ക് അതറിയാം. വിവരദോഷികൾ പറയും പാട്ടായിരുന്നു. എടാ പൊട്ട, ആ പാട്ടിനകത്ത് തൊമ്മിച്ചൻ എഴുതി വെച്ചേക്കുന്ന ദൂത. നിനക്ക് ബോധമില്ലാത്ത എന്റെ കുഴപ്പമാണോ? പി വി തൊമ്മി എന്ത് നല്ല ശ്രേഷ്ഠനായ കർത്തദാസൻ മൺ പറഞ്ഞു എഴുതി വെച്ചിരിക്കുക. കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും. കരുണയില്ലാത്ത പടയാളി ഒരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. അവിടുത്തെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. മരിച്ചെന്നുറപ്പ് വരുത്തിയപ്പോൾ ആമേ അടിമത്തിക്കുന്ന യോസേഫും രാത്രി വന്ന് നിക്കോദോമസും കൂടെ ചേർന്ന്
പീലാത്തോസിന്റെ അനുമാനം പേറി നമ്മുടെ കർത്താവാകൻ ക്രിസ്തുവേശുവിന്റെ തിരുശരീരം, അവിടുത്തെ പൊൻ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് അവിടുത്തെ തിരുശരീരം അവൻ പൊതിഞ്ഞ് അരിമത്തയിലെ യോസേപ്പിന്റെ ആരാം വെക്കാത്ത ആ തോട്ടത്തിലെ കല്ലറയ്ക്കകത്ത് നമ്മുടെ കർത്താവിന്റെ ആ പൊൻ ശരീരം കൊണ്ടുവന്ന് തിരുശരീരം കൊണ്ട് മറവ് ചെയ്ത് കല്ലുമെല്ലാം ഉരുട്ടി, ചരിത്രം നിങ്ങൾക്കറിയാം, മുദ്രയൊക്കെ വെപ്പിച്ചു. ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി. കാരണം അവര് പറഞ്ഞു ഈ ചതിയൻ ജീവിച്ചിരിക്കുമ്പോ ഉയർക്കുമെന്ന് പറഞ്ഞു. ഇനി അവന്റെ ശിഷ്യന്മാര് വല്ലതും വന്ന് അടിച്ചു മാറ്റിയ, ഇമാരടിച്ചു മാറ്റാനും ചിലര് മിടുക്കരാ. അവരല്ല ഇന്നത്തെ ശിഷ്യന്മാര് ചിലര്. അവരെന്ന് പറഞ്ഞു ഇവരടിച്ചു മാറ്റി പിന്നെ ഉയർത്തുന്നെങ്ങ പറഞ്ഞാൽ പിന്നെ അത് ദോഷമാണ്. അതുകൊണ്ട് പടയാളികളെ കാവലേർപ്പെടുത്തി കല്ലുവൊക്കെ ഉരുട്ടി വെച്ച് മുദ്രയും വെച്ച് സീലുമൊക്കെ ചെയ്ത് എല്ലാവരും കാവലേർപ്പെടുത്തി നിന്നപ്പോൾ അവൻ പൗലോസ് കൊടുത്തിയ ലേഖനം 15 നിങ്ങൾക്കറിയാം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമായി നാം നടുവിലുണ്ട്. ഇതുപോലെ മരിച്ചുയർത്ത ഒരുവനില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഇനി ഉയർക്കുന്നത് കർത്താവിന്റെ വരവിൽ, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്ത്. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്, പിന്നെ കേവാവിന് 12 പേർക്കും എമ്മവസിപ്പോർക്കും കടൽക്കര വെച്ചും ബദാനിയ വെച്ചും മുറിയടച്ചിട്ടപ്പോഴൊക്കെ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. യാക്കോബിനും പ്രത്യക്ഷപ്പെട്ട് പൗലോസ് പറയാ, ഒടുവിൽ അകാലപ്രജമുള്ള എനിക്കും പ്രത്യക്ഷനായി. ഒരു വരിയും കൂടെ പാടുക. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയത്തിന മോദി. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയത്തിന മോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദ തൊട്ടറിയിക്കുവീ. സ്വർലോകരാജൻ 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 ഓ സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അവിടുന്ന് ഉയർത്തതിനാൽ നമുക്ക് ജയമുണ്ട്. അതിന്റെ ഇടയ്ക്ക് കയറി പറയാൻ വന്നത്, അങ്ങനെ കർത്താവ് ഉയർത്തു എന്നാ ഈ ക്രൂശീകരണം കഴിഞ്ഞ് സ്ത്രീകളെല്ലാം പോയി വിശ്രമിക്കുക. എന്റെ ഭാഷ പറഞ്ഞ ഉറക്കമൊന്നും വന്നില്ലെന്നാ തോന്നുന്നത്. അതിരാവിലെ അതികാലത്ത് സഹോദരിമാരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗവും ഒക്കെ എടുത്തോണ്ട് യേശുവിനെ കാണാൻ പോയി. ലിസിയാമ്മ പറയരുത് ആരൊക്കെയാ പോയത്, സഹോദരിമാര് പറ. എന്റെ ഭാഷ എനിക്ക് പോകാനൊത്തില്ല, ഞാൻ പോണമെന്നൊക്കെ ഓർത്ത്. അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ. മറ്റേ കാര്യത്തിൽ മറിയാം, പിന്നെ മറ്റേ മറിയാം. ആയിക്കോട്ടെ. ആട്ടെ, 2 പെണ്ണുങ്ങളെയോ സഹോദരിമാര് പറ. അത് 2 ശരിയാ. പുള്ളി തന്നെ പറയട്ടെ പാസ്റ്റർ, അയാളല്ലേ ആടി കയറി പറഞ്ഞെന്നാ. അതായിരിക്കും. ആരൊക്കെയാ പോയെന്ന്? അയ്യോ ഉറക്കെ പറയാമേ, എഴുന്നേറ്റ് ഉറക്കെ പറയാമേ. അമ്മയെ ഉറക്കെ പറയാൻ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ മിണ്ടാടുത്ത അയാൾ ബോധമുള്ളവനല്ല കേട്ടോ. മക്കൾ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. മക്കൾ മേരി അതിരാ
ഇവിടെയൊക്കെ പാട്ട് പാടുന്നുണ്ടെന്ന് അറിയാമെന്ന് പാടിയെന്നേ ഉള്ളൂ. അതെ, അപ്പോൾ ഓടിച്ചു പറയാം, മറ്റെല്ലാ കാര്യത്തിൽ അറിയാം. പിന്നെ അച്ചായൻ പറഞ്ഞതാ മറ്റേ മറിയാം, ശലോമ. പിന്നെ അത് തപ്പിയെടുത്തു. ശലോമ. പിന്നെ യാക്കോബിന്റെ അമ്മ മറിയ, അതാ മറ്റേ മറിയാം. പിന്നെ സൂസന്ന, പുള്ളിക്കാരിയും പോയി, സൂസന്നയും പോയി. പിന്നെ യോഹന്ന. അതിലും വന്നത് ഗുണമായി. അച്ചായൻ രണ്ടുപേരെ പറഞ്ഞൊപ്പിച്ചു. ബാക്കി പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ വല്ലതും പറയുമെന്നോടത്താ പാപം. അപ്പൊ എന്തായാലും മറ്റെല്ലാ കാര്യത്തിൽ അറിയാം, മറ്റേ അറിയാം. അച്ചായൻ പറഞ്ഞ പറവെടുക്കാം. മറ്റേ അറിയാം, സൂസന്ന, യോഹന്ന, ശലോമ, ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് എങ്ങോട്ട് പോവുക? കല്ലറയിലേക്ക് പോകുക. മറ്റ് സ്ത്രീകളെന്ന ഒരു പ്രയോഗമുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് ഇവരെല്ലാം കല്ലറയിലേക്ക് പോവുക. സഹോദരിമാരെ, എന്തെല്ലാം പറഞ്ഞായിരിക്കും പോകുന്നത്? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ, വീട്ടിൽ പോകണ്ട, അവിടെ എങ്ങാനും പമ്മി നിൽക്കുക. നമുക്ക് രാവിലെ പൂശേച്ച് യേശുവിനെ പൂശാൻ നടക്കുക. ഉടനെ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ഇന്നാളൊന്ന് പൂശതാ അമ്മാമ്മ, പിന്നെ നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാനിവിടെ പൂശാന്ന് പറഞ്ഞത്. ഉടനെ സഹോദരി പറഞ്ഞു, തങ്കമ്മ ആദ്യം പൂശണം കേട്ടോടി. എന്നെ പറഞ്ഞ് മേരി ആദ്യം പൂശു, അവള് പൂശാന്നല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ സഹോദരിമാരല്ലേ, നിങ്ങളാരുടെ ഇങ്ങനൊന്നും അല്ല പറയുന്നത്. എല്ലാവരും യേശുവിനെ പൂശാൻ സുഗന്ധവർഗമായിട്ട് അങ്ങോട്ട്. അപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞാൽ കർത്താവ് ചിന്തിച്ച് കാണും, പൂശിക്കും. ഇവരെല്ലാം യേശുവിനെ പൂശാൻ സുഗന്ധവർഗമൊക്കെ ഒരുക്കി കല്ലറയിലോട്ട് ചെന്നപ്പോ കണ്ട കാഴ്ച, കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മണ്ടയിൽ ഒരു ദൂതൻ കയറിയിരിക്കുക. ചില സഭയെ മാസത്തിലൊന്ന്, ചിലടത്ത് 2 മാസം കൂടുമ്പം. അതാണോ സഭ? പണ്ട് AG ചൗമല് പറഞ്ഞത്, അത് സഭയല്ല, അത് നിന്റെ തവയാ. എടാ, കർത്താവിന്റെ പാനപാത്രവും അവിടുത്തെ തിരുരക്തവും അവിടുത്തെ തിരുശരീരം ഭുജിക്കുകയും പാനം ചെയ്യുകയും വേണം. വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടാ. ചിലടത്ത് സെൻട്രൽ പാസ്റ്റ് വന്നാലേ അപ്പം അല്ല, മുറിക്കാൻ അറിയാൻ മേലാത്തവൻ മുറിക്കാതിരിക്കുന്ന നല്ലത്. പണ്ടൊരുത്തൻ അപ്പം മുറിച്ച് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന്. അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, തന്നെ അങ്ങ് തിന്നാൻ പറഞ്ഞു. ഒരുത്തൻ ചോദിച്ചു, സാധനം തീർന്നോ എന്ന്. ആ ബോധമില്ലാത്തവൻ മുറിക്കാതിരിക്കുന്നതാ നല്ലത്. ഇത് മുറിക്കണം, ഭുജിക്കണം, പാനം ചെയ്യണം. ഇത് കൂട്ടായ്മയാ. വേർപാട് പാലിക്കണം. നീ കാണുന്നിടത്തെല്ലാം ചെന്ന് തുള്ളരുത്. ഓണക്കളിക്ക് പോകാണ്ടിരിക്കുക. സെറ്റ് സാരി എടുത്തോണ്ട് തിരുവാതിര, തായേ ദേവി, ശാരദയെ ഓണക്കളിക്ക് ഇരിക്കുക. എന്റെ അടിച്ചില്ല തൈ വളക്കപ്പിച്ച് കുറച്ച് കാട്ടിരിക്കുക. ഈ ഉമ്മ കാണുന്നിടത്തെല്ലാം തുള്ളാൻ നടക്കുക. അമ്മാമ്മ പക്ഷെ തുമ്പി തുള്ളണേ. നമുക്കിവിടെ തുള്ളലുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ പോയി തുമ്പ പറയും, എന്നാ തുമ്പി തുള്ളാതെ തുമ്പി. എടാ, ഇവിടെ ഉണ്ടല്ലോ തുള്ളല്. ഓണക്കളിക്ക് പെന്തിക്കോസുകാർ പോകരുത്. ഞാൻ പെന്തിക്കോസുകാരാണ് പറയുന്നത്. നീ ആഘോഷത്തിനൊന്നും പോകരുത്, മേളാങ്കിക്കാൻ പോകരുത്. എന്റെ അമ്മ പറയണ ചെണ്ടപ്പുറത്ത് കോലുന്നിടത്തെല്ലാം പോകരുതുണ്ട്. നീ വേർപാട് പഠിക്കണം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. സകല കേസിനകത്ത് നീ എന്ന് തലയിടുക. ഓണക്കളിക്കും പോയി, കബഡി കളിക്കാനും പോയി, വേർപാടുമില്ല. അവിടെ ഞായറാഴ്ച 10 തള്ളിക്കൊണ്ട് വരുമ്പോൾ വരിക ഹോളിലോട്ട്. കൂട്ടായ്മ ആചരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാടണം. ഇതാ പുതിയ നിയമത്തിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നുപോയ യേശു തിരിച്ചു വരാൻ പോവുക. ആരെ ചേർക്കാൻ? തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ. എന്തോ 10 ആയോ? 10 ആകാൻ 5 മിനിറ്റോടെ 10 മിനിറ്റോടെ നിർത്തുക. എന്റെ ബൈബിളും പിടിച്ചു, കണ്ണാടിയും പിടി. മതി, വേണ്ട, മതി. 10 ആയി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. ഇന്ന് രാത്രി നീ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിലിരിക്കണം. ഉയർത്തെഴുന്നേറ്റ് യേശു അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ബഥാന്യയിലോ കൊണ്ടുപോയി
അന്ത്യകൽപ്പന കൊടുത്തവൻ സ്വർഗത്തിലേക്ക് പോയി. ദൂതന്മാര് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരാൻ പോവാ. തിരിച്ചു വരുന്ന എല്ലാവരെയും ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാൻ, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമാ തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. എന്തിന്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി, യേശു വരാറായി. നീ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം, കൈവിടപ്പെട്ടു പോകരുത്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി